നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. തിരൂർ വടക്കുറുമ്പ കാവ് ദേവസ്വവുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുമ്പ് വീണയൻ ന്യൂസ് പ്രസിദ്ധീകരിച്ച വാർത്തയിൽ വസ്തുതാപരമായി ചില പിശകുകൾ സംഭവിച്ചതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. സത്യസന്ധമായ മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായി ആ വാർത്ത വീണയൻ ന്യൂസ് പിൻവലിക്കുകയാണ്. പരിശോധിക്കാം തലക്കെട്ടുകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ബേജാറാകേണ്ട, നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടി സിൽക്സിലേക്ക് പോകാം. അവിടെ ആകുമ്പോ എല്ലാവരുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട്. വലിയ വിലയാവില്ല. മയക്കുമരുന്ന് എന്ന ലഹരി സമൂഹത്തെ മുച്ചൂട് നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ പ്രതിരോധത്തിന്റെ കോട്ട കെട്ടി നന്മ നിറഞ്ഞ നാട് വടക്കാഞ്ചേരി. നഗരസഭയുടെ നേതൃത്വത്തിൽ ഓട്ടുപാറ മുതൽ വടക്കാഞ്ചേരി വരെ മനുഷ്യ ചങ്ങല തീർത്തു. സംസ്ഥാന പാതയോരത്ത് നാടിന്റെ കൂട്ടായ്മയും കരുത്തും വിളിച്ചോതി ബോധവൽക്കരണത്തിന്റെ മഹാചങ്ങല. സമൂഹത്തിന്റെ വിവിധ കോണുകളിലുള്ള ഒട്ടേറെ പേർ കൈകോർത്തു. ലഹരിക്ക് വടക്കാഞ്ചേരിയുടെ മണ്ണിൽ സ്ഥാനമില്ലെന്ന് പ്രഖ്യാപനം. സംസ്ഥാനത്ത് ആംബുലൻസ് സേവനത്തിന് പകൽ കൊള്ളയ്ക്ക് പച്ചക്കൊടി വീശി സർക്കാർ. ഫെബ്രുവരി 12 പുറത്തിറക്കിയ അസാധാരണ വിജ്ഞാപനം ജനങ്ങളുടെ കീശയിൽ കൈയിട്ട് വാരാനുള്ള ലൈസൻസ് ആകുന്നു. ആംബുലൻസുകളെ വേർതിരിച്ചത് 4 വിഭാഗങ്ങളിലായി. 10 കിലോമീറ്ററിന് വാടക നിശ്ചയിച്ചത് 2500 രൂപ മുതൽ 800 രൂപ വരെ. സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന ടെമ്പോ ട്രാവലർ ആംബുലൻസ് നേരത്തെ സർവീസ് നടത്തിയിരുന്നത് 40 മുതൽ ഇപ്പോൾ ഈടാക്കുന്നത് കിലോമീറ്ററിന് 60 രൂപ വരെ. സർക്കാർ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം. മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് ജനങ്ങൾ. തൃശൂർ പൂരം വെടിക്കെട്ട് വിവാദത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വിവാദം തരികിട പരിപാടിയാണെന്ന് തൃശൂർ MP. വെടിക്കെട്ട് അതിഗംഭീരമായി നടത്തും. കേന്ദ്ര നിയമം മാറ്റുന്നത് ഇന്ത്യയിലെ മുഴുവൻ ഇടങ്ങളെയും ബാധിക്കുന്ന കാര്യം. പുനഃക്രമീകരണത്തിൽ ശ്രമിക്കുമ്പോഴാണ് കണ്ണൂരിലെ പൊട്ടൽ. അപകടങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും സുരേഷ് ഗോപി. ദേവസ്വങ്ങൾ രാഷ്ട്രീയ സൗകര്യത്തിന് വേണ്ടി പലതും മറക്കുകയാണെന്നും കുറ്റപ്പെടുത്തൽ. സംസ്ഥാനത്ത് റെയിൽവേ വികസനത്തിന് കരുത്താകുന്ന ബൃഹത് പദ്ധതി വരുന്നു. എറണാകുളം ഷൊർണൂർ 3ാം റെയിൽ പാതയുടെ DPR തയ്യാർ. മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ ഓടിക്കാൻ കഴിയുന്ന വിധം പാതയുടെ നിർമ്മാണം. 12,000 കോടി രൂപയുടേതാണ് പദ്ധതി. നിലവിലെ പാതയ്ക്ക് സമാന്തരമായി 3ാം പാത. എറണാകുളം സൗത്ത്, നോർത്ത്, ആലുവ, തൃശൂർ, ഷൊർണൂർ സ്റ്റേഷനുകൾ പുതിയ പാളപരിധിയിൽ. ഏറ്റെടുക്കുക 250 ഹെക്ടർ ഭൂമി. വ്യവസായ കുതിപ്പിന് വേഗം കൂടുമെന്ന് പ്രതീക്ഷ. ദേശമംഗലത്തു നിന്ന് മനുഷ്യ മനസാക്ഷിയെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന വാർത്ത. മദ്യലഹരിയിൽ 41കാരൻ 70 വയസ്സുള്ള മാതാവിനെ തല്ലിച്ചതച്ചു. അടികൊണ്ട് തളർന്ന മാതാവിനെ നാട്ടുകാരെത്തി രക്ഷപ്പെടുത്തിയത് ശനിയാഴ്ച കാലത്ത്. 2 വർഷം മുമ്പ് സ്വന്തം സഹോദരനെ തല്ലിക്കൊന്ന കേസിലെ പ്രതി പതിപ്പറമ്പിൽ സുരേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വയോധിക മുളങ്ങുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമാലക്ഷ്മിക്ക് മാലിന്യ നിർമ്മാർജ്ജനം എന്നാൽ വെറും വാക്കിലൊതുങ്ങുന്ന കാര്യമല്ല. സ്വന്തം വാർഡായ മനങ്ങാട്ടുകരയെ ശുചീകരിക്കാൻ ഭർത്താവ് മനോജുമത്ത് ഉമ നിരത്തിൽ വിയർപ്പൊഴുക്കുന്നു. സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് 17,000 രൂപ മുടക്കി സ്ഥിരം മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിനു സമീപം ക്യാമറകൾ സ്ഥാപിച്ചു. പനങ്ങാട്ടുകര ഇനി മാലിന്യമുക്ത വാർഡ്. പ്രഖ്യാപനം നടന്നു. മുളങ്ങുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗാശുപത്രിയിൽ സ്നേഹക്കരുതലൊരുക്കി വിരമിച്ച ജീവനക്കാരുടെ കൂട്ടായ്മ. ഓർമ്മക്കൂടിന്റെ നേതൃത്വത്തിൽ നൽകിയത് 1,00,000 രൂപയുടെ സാധന സാമഗ്രികൾ. സൂപ്രണ്ട് ഡോക്ടർ ഷഹന എ ഖാദർ ഏറ്റുവാങ്ങി.
വിമർശനങ്ങൾക്ക് പൂട്ടിടാൻ എമ്പുരാൻ അണിയറ പ്രവർത്തകർ. സിനിമ പൊളിച്ചു പണിയാൻ ധാരണ. 17 ഭാഗങ്ങൾ വെട്ടിമാറ്റുമെന്ന് സൂചന. വിമർശനത്തിന് വഴിവെച്ച ഭാഗങ്ങളിലാണ് കത്രിക വയ്ക്കുക. നിർമ്മാതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് മാറ്റങ്ങൾ. എമ്പുരാൻ അതിവേഗം 100 കോടി ക്ലബിൽ. കാട്ടൂരിൽ വാടക വീട്ടിൽ നിന്ന് MDMAയുമായി 3 യുവാക്കൾ പിടിയിൽ. CHCക്ക് സമീപമാണ് MDMA വേട്ട. പിടിയിലായവരെല്ലാം യുവാക്കൾ. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പോലീസ് നടപടി. തെക്കുംകര മങ്കരയിൽ കൂട്ടത്തോടെ നാട്ടിലിറങ്ങി മ്ലാവുകൾ. കാട്ടാനക്കൂട്ടമെന്ന ജനകീയ ആശങ്കയ്ക്ക് പരിഹാരമായത് വനപാലകർ എത്തി നടത്തിയ പരിശോധനയിൽ. ഇത്രയധികം മ്ലാവുകൾ ഒരുമിച്ച് കാടിറങ്ങി നാട്ടിലെത്തുന്നത് അപൂർവ സംഭവം. വനത്തിൽ തീറ്റയും വെള്ളമില്ലാത്തത് വന്യമൃഗങ്ങളെ ജനവാസ മേഖലയിലെത്തിക്കുന്നു.